So, good afternoon, everyone, and welcome to the second session of GZV Connect. So, first of all, thank you so much for this wonderful initiative. And this will truly help to bridge the gap between students and alumni through the open conversations and guidance that you provide. And this is a session where we can freely ask questions, doubts, and explore the different career paths that may have in our future. So we are extremely grateful for that. On one side session, we have Anjali from IT 2012 pass out, she'll be the moderator. And after graduation, she has built her career in analytics and worked with leading companies like Musicma, Kingfisher, and Facebook. She is currently working as a principal data scientist at a health insurance company in Dublin, Ireland. And what makes her involvement even more meaningful is her belief that students should have access to the kind of guidance and conversations with pupils or mentors that she wished she could have in her college life. Joining her today is Mr. Anu Vidyalan, also from the IT 2012 batch, completed his MTech from College of Engineering, Trivandrum. He has worked on several impactful projects like Smart City Trivandrum, Cochin Smart Mission Limited, and is working as a deputy manager and consulting at Deloitte. With extensive experience in smart infrastructure, ICT projects, and public sector advisory, I think he'll be great today. And we are truly honored to have you both. And let's begin the session. Handing over to Anjali. Okay, Hey, thank you. nice. It's super nice. Okay. So, എന്താണ് അഞ്ജലി നമുക്ക് അടുത്തത്? Thanks, Kriba. Kriba പറഞ്ഞ, so I think let's start with അനൂപിന്റെ കരിയറിൽ ഒരു ഇപ്പം ഈ എന്താ SY6 ആയ പിള്ളേരോട് സംസാരിക്കുമ്പോഴത്തേക്ക് ലൈക്ക് വാട്ട് ഡു യു തിങ്ക് യു വോണ്ട് ടു ഷെയർ ദ മോസ്റ്റ് ഫ്രം യുവർ ഹോൾ ബിടെക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അനൂപ് വർക്ക് ചെയ്തു, പിന്നെ സോ അനൂപ് ബിടെക് ചെയ്തു, കുറച്ച് നാൾ വർക്ക് ചെയ്തു, പിന്നെ MTech ചെയ്തു, പിന്നെയും വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ഒരു ഡിഫറെന്റ് കരിയർ പാത്താണ്. എന്താണ് ഏറ്റവും കൂടുതൽ കൃപ പറഞ്ഞപ്പോ തന്നെ ലൈക്ക് എടുത്തു നിന്ന് ലൈക്ക് വാട്ട് ഹിറ്റ് യു എന്നായിരിക്കും ഐഡ് സ്റ്റാർട്ട്. ആകുമ്പോ ഐ മീൻ എല്ലാരും പോലെ ഉള്ള സെയിം കൂടെ തന്നെയായിരുന്നു ഞാൻ എസിക്സിൽ പോയിക്കൊണ്ടിരുന്നത്. വോയിസ് കട്ട് ആവുന്നുണ്ട്. വോയിസ് കട്ട് ആവുന്നുണ്ട്. ഒരു സെക്കൻഡ് ആക്ച്വലി. അഞ്ജലി ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ സോ നിങ്ങളൊക്കെ പോലെ തന്നെയായിരുന്നു ഞാൻ എക്സിക്സിലും അങ്ങനെ ഒരു സൂപ്പർ എക്സൈറ്റിംഗ് വിഷണറിയോട് കൂടിയൊന്നല്ല എനിക്കും ഉണ്ടായിരുന്നു. ഞാനും ആ സ്റ്റാൻഡിലുണ്ടായിരുന്നു. ഐ മീൻ എല്ലാവരെയും പോലെ തന്നെ കൺഫ്യൂഷൻസ് ആണ്. ആഫ്റ്റർ എസിക്സ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 2 years 1 more year അല്ലേ, ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഇറക്കും. എങ്ങനെ ഇന്റർവ്യൂസ് ഫേസ് ചെയ്യണം, എവിടെ ഞാൻ പോയി പ്ലേസ് ആവണം, ലൈക്ക് ജോബ് ഒരു സൈഡില്, പിന്നെ സ്റ്റഡീസ്, ദെൻ which all committees to attend. So much of questions are there in my mind. So അങ്ങനെ ലൈക്ക് അതാണ് സിറ്റുവേഷൻ. അങ്ങനെ ഒരു വലിയൊരു വിഷണറി ആയിട്ടുള്ള മൈൻഡ് ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഐ ഹാവ് അറ്റൻഡഡ് മെനി ഇന്റർവ്യൂസ്. ലൈക്ക് അൺഫോർച്ചുനേറ്റ്ലി ക്യാമ്പസ് പ്ലേസ്മെന്റ് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടിയിട്ടില്ല. സോ ഐ അറ്റൻഡഡ് ക്യാമ്പസ് പ്ലേസ്മെന്റ്. ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ ഞാൻ ഇന്റർവ്യൂസിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്ത് രീതിയിൽ അപ്പിയർ ചെയ്യണം, സോ വാട്ട് ദേ ആസ്ക്, വാട്ട് ദേ റിപ്ലൈ, ലൈക്ക് സോ അതിലെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ദെൻ ഓഫ് ക്യാമ്പസ് വഴി ഞാൻ പ്ലേസ്ഡ് ആയി, വർക്ക് ചെയ്തു, കരിയർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ആഫ്റ്റർ ലൈക്ക് ഒരു almost like 1.5-2 years ആയപ്പോഴത്തേക്കും I thought like I should do MTech. Why I should do MTech? That is, I think I have seen a question there like why should somebody do an MTech after BTech? Is it relevant to get a job in a good company or not? So എന്റെ തോട്ട് പ്രോസസ് more or less സെയിം തന്നെയായിരുന്നു. ബട്ട് ഐ ക്യാൻ ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ലൈക്ക് ഐ ലവ് ടു ടീച്ച്. സോ അതിന്റെ ഒരു മൈൻഡിലൊരു ലൈക്ക് ITR പ്രൊഫഷനെങ്കിലും I love to teach. So that is also one hidden idea behind why I choose MTech. So then MTech choosing ശേഷം and the course of doing like my MTech period a lot of things changed. Like at point I saw that many R&D kind of things I had done in MTech. So then placement came.
then I got a chance, like I attended many interviews, most of like നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാം സർവീസ് കമ്പനീസ് ആയിരുന്നു. സോ ലക്കിലി ഐ ഗോട്ട് എൻ വൺ ഓപ്പർച്യൂണിറ്റി വെയർ ഐ തോട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മാനേജറിയൽ കൈൻഡ് ഓഫ് എ റോൾ. ഞാൻ പയ്യെ ഷിഫ്റ്റ് ചെയ്യായിരുന്നു, എംടെക്കിൽ തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു കോഡിംഗ് സെഗ്മെന്റിൽ നിന്ന് ഞാനൊരു മാനേജ്മെന്റ് കൈൻഡ് ഓഫ് തിങ്കിലോട്ട് എനിക്ക് എന്തോ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഐ എം നോട്ട് ഷുവർ അറ്റ് ദാറ്റ് ടൈം. സോ ദെൻ ഐ തോട്ട് ഓക്കെ ലെറ്റ്സ് ഗീവ് എ ട്രൈ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ദെൻ ഐ വെന്റ് ടു കൺസൾട്ടിങ്. ഫ്രം ദെയർ ലൈക്ക് ഇനിഷ്യലി ഞാൻ ഡെവലപ്പർ ആയിരുന്നു, ദെൻ ഐ സ്റ്റാർട്ടഡ് കൺസൾട്ടിങ്. സോ കൺസൾട്ടിങ് ഇസ് എ വാസ്റ്റ് കടൽ പോലെയാണ്, അതിൽ കുറെ നമ്മൾ റിസർച്ച് ചെയ്യാനുണ്ട്. അതൊരു നമ്മുടെ ഡെവലപ്മെന്റ് പോലെ തന്നെയാണ്, അറിഞ്ഞൂടാത്തൊരു ഫീൽഡാണ്. സോ ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ഏരിയ, എക്സ്പ്ലോർ ചെയ്തു. ഐ വർക്ക് വിത്ത് മെനി OEMs. ലൈക്ക് ആസ് എ കൺസൾട്ടന്റ് ഐ വർക്ക് വിത്ത് മെനി ഗവൺമെന്റ് ഓർഗനൈസേഷൻ. നേരത്തെ എൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞ ട്രിവാൻഡ്രം സ്മാർട്ട് സിറ്റി, കൊച്ചി സ്മാർട്ട് സിറ്റി, അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ഐ വർക്ക് ഇൻ നോർത്ത് ഈസ്റ്റ്, ഐ വർക്ക് ഇൻ സെൻട്രൽ ഇന്ത്യ. സോ ഐ വർക്ക് അറ്റ് ഫ്യൂ സ്റ്റേറ്റ്സ് ഇൻ UP. അങ്ങനെ പല സ്ഥലത്തുമുള്ള ഗവൺമെന്റ് ആയിരുന്നു എൻ്റെ കൺസൾട്ടൻസി. So that gave a very exposure. At the same time, different OEMs, like I have to work like consultancy പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്തായാലും കൺസൾട്ടൻസി എന്നുള്ളത്. So I'll come to that later. So from there, like that's how I moved on. So totally my development career has shifted to the managerial and then consultant kind of a role. So I enjoy now. So what should I say? What should I guide you? Like sometimes people will recognize in the due course of their journey, like where should we fit into. So it's not like a very hard coded or thumb rule, like ഞാൻ IT പഠിച്ചുകൊണ്ട് ഞാൻ ഇതാവണം, ഞാൻ IT പഠിച്ചുകൊണ്ട് ഞാൻ ഡെവലപ്പർ ആണോ, ലൈക്ക് ബാക്ക് എൻഡ് എഞ്ചിനീയർ. സോ അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്, ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അവരൊക്കെ നോക്കിയാൽ ഇലക്ട്രോണിക്സ് പഠിച്ചവര് IT ചെയ്യുന്നുണ്ടാവും, മെക്കാനിക്കൽ പഠിച്ചവര് IT ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് ഹാപ്പൻ. സോ there is no hard and thumb rule, hard and fast rule, thumb rule ഇല്ല. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റും എനിക്ക് തോന്നുന്നു ഞാനും അഞ്ജലി പ്ലസ് നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൾമോസ്റ്റ് വി ആർ മില്ലിയൻസ് ആൻഡ് യു ആർ ജെൻസീസ്. സോ ഞാൻ ജെൻസീസ് ഒരുപാട് ജൂനിയേഴ്സ് ഡോണ്ട് മിസ്റ്റേക്ക്. യു ആർ ലൈക്ക്, ഞാനൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതല്ല, ഒന്നും അങ്ങനെ കൺസിഡർ ചെയ്തത്. ഞാൻ ജൂനിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഓപ്ഷൻ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഒരു ഭയങ്കര ഡൈനാമിക് ആണ്. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഓക്കെ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ ഇതിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഫാമിലി പ്രഷർ, വേറെ പ്രഷർ, അങ്ങനെ ടൈപ്പിൽ ഒരുപാടുണ്ട്. ബട്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രഷേഴ്സ് ഉണ്ടാവും. ബട്ട് യു ഹാവ് ദാറ്റ് മെന്റാലിറ്റി. പ്ലസ് നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അക്രോസ് യു, ലൈക്ക് അറൌണ്ട് യു. ലൈക്ക് ആഫ്റ്റർ 29 നമ്മൾ കോവിഡിന് ശേഷം കണ്ട ഒരു ഷിഫ്റ്റ് ആണ്. ഓൺലൈൻ വർക്ക് ഫ്രം ഹോം ഉണ്ട്, രണ്ട് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ട്രമൻഡസ്. ലൈക്ക് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. പ്രീവിയസ്ലി ആണ് നമ്മൾ MNC-യിൽ ഇഫ് ഐ ഗെറ്റ് ഇൻ ടു ഇത് ഫേസ്ബുക്ക് ലൈക്ക് സ്പാം കമ്പനീസ് ഓർ ലൈക്ക് മൈക്രോസോഫ്റ്റ് പോലെ കയറിയാലേ നമുക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ കിട്ടുള്ളൂ, ഓർ നല്ലൊരു സാലറി കിട്ടുള്ളൂ. ബട്ട് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഈവൻ സ്റ്റാർട്ടപ്പിൽ പോലും ദേ ആർ ഗിവിംഗ് എ മച്ച് ബെറ്റർ സാലറി. സോ ആൻഡ് വി ക്യാൻ ലേൺ ആൾസോ. അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ there is no hard and fast rule. So that's it. ടോട്ടലി അതെ. ആൻഡ് ഐ തിങ്ക് ഭയങ്കര റെലവെന്റ് ആണ്. കാരണം ഇപ്പം കുറെ പിള്ളേര് എനിക്കറിയില്ല എനിക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, ലൈക് IT. Of course. ഈ ഒരു മൊമെന്റിലാണ് ഏറ്റവും കൂടുതൽ ആ കൺഫ്യൂഷൻസ് വരുന്നത്. അതെ, ലൈക്ക് എന്താ പ്ലേസ്മെന്റ് ഇരിക്കുന്നു, പക്ഷെ ആക്ച്വലി നമ്മളെ കോളേജിൽ പഠിപ്പിക്കുന്നത് എനിക്ക് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ക്ലാസ്സിൽ കോഡിങ് നല്ല താല്പര്യമുള്ള ആൾക്കാർ കാണും, പക്ഷെ തീരെയും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ കാണും. പക്ഷെ അതെ, ലൈക്ക് ഒരു ഒന്ന് റൈറ്റ് നൗ യു ഡോണ്ട് നീഡ് ടു ഹാവ് ഓൾ ദി ആൻസേഴ്സ്. ലൈക്ക് ഞങ്ങൾ തേർഡ് ഇയർ ആയിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു എന്ത് കരിയർ ചൂസ് ചെയ്യാം. ഇപ്പൊ വന്നിരിക്കുന്ന കരിയേഴ്സ് കുറെ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടാണ്. പിന്നെ അന്ന് പ്ലേസ്ഡ് ആയി എന്ന് വിചാരിച്ചിട്ട് ലൈഫെല്ലാം വർക്ക്ഔട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ അന്ന് പ്ലേസ്ഡ് ആയ ആൾക്കാർ മേ ബി ലൈക്ക് 2 years കരിയർ സ്പെൻഡ് ചെയ്തു, ദെൻ ദേ ഡിസൈഡഡ് അതല്ല എനിക്ക് താല്പര്യമുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് പിവട്ട് ചെയ്ത ആൾക്കാരുണ്ട്. സോ ഈ ഒരു സ്റ്റേജ് എന്നല്ല, ലൈക്ക് ജസ്റ്റ് ലൈക്ക് എവറിബഡി കൈൻഡ് ഓഫ് ഗോസ് ത്രൂ ദാറ്റ്. എവറിബഡി എന്ന് പറയട്ടെ, ചിലർ കാണുമായിരിക്കും എസ്പെഷ്യലി ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആൾക്കാർ. പക്ഷെ ബീയിങ് കൺഫ്യൂസ്ഡ് ഇസ് നോർമൽ. ബീയിങ് തപ്പിത്തടഞ്ഞ് ലൈക്ക് എന്തൊക്കെയാണ് പാർട്സ് എന്ന് ഫിഗർ ഔട്ട് ചെയ്ത് പതുക്കെ പോകുന്നത് പാർട്ട് ഓഫ് ദ ജേർണിയാണ്. ആൻഡ് ഐ തിങ്ക് വൺ ഓഫ് മൈ ഒബ്ജക്റ്റീവ്സ് ഫ്രം ദ സെഷൻ എന്തൊക്കെ കരിയർ പാർട്സ് ഉണ്ട് എന്ന്
ഒന്ന് നിങ്ങളും കൂടെ ഒന്ന് അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ലൈക് ഞാൻ പഠിക്കുന്ന സമയത്ത് ലൈക് ഇതൊക്കെ ഓ മൈ ഗോഡ് ഇതൊക്കെ ഒരു കരിയർ ഓപ്ഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞേയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതെടുത്തേനെ, ബിക്കോസ് ദാറ്റ് സൗണ്ടഡ് ഇൻട്രസ്റ്റിംഗ് ടു മീ. സോ ലൈക് ഐ തിങ്ക് ലൈക് ഭയങ്കര വാലിഡ് കാര്യമാണ്. അനൂപ് പറഞ്ഞ ഒരു കാര്യത്തില് ലൈക് ഐ ഗെസ് ലൈക് ദാറ്റ്സ് ഡിഫറെന്റ് ഫ്രം മീ. അനൂപ് പ്ലേസ്ഡ് ആയില്ല കോളേജിൽ വെച്ചിട്ട്, ആൻഡ് ദെൻ എക്സ്റ്റേർണലി യു ഫൗണ്ട് എ റോൾ. സോ എന്താണ് ലൈക് ആ പ്രോസസ് എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ലൈക് മനസ്സിലായി, കുറച്ച് പേര് പ്ലേസ്ഡ് ആയി കുറച്ച് പേര് പ്ലേസ്ഡ് ആവാതിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്, അയ്യോ എനിക്ക് പ്ലേസ്ഡ് ആയില്ല. How did you manage to like yeah that's okay, like figure out a way out of it? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടോട്ടലി ബ്ലാങ്ക് ആയി പോകുന്ന ടോട്ടലി ബ്ലാങ്ക് ആയി പോകുന്ന സിറ്റുവേഷൻ ആണ്. ലൈക്ക് ആ ഒരു ഫിയറും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും പ്ലേസ് ആക്കും. ഒരു ടിപ്പിക്കൽ സിനാരിയോ ആണ്. ഐ മീൻ നമ്മുടെ ഇപ്പം മേ ബി എനിക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും അവരവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ. സോ വെനെവർ നമ്മുടെ പിയർ ഫ്രണ്ട്സ് ലൈക്ക് എന്റെ ക്ലാസ്മേറ്റ്സ് പലരും പ്ലേസ് ആയി ബെറ്റർ ലെവലിൽ എത്തുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചു ഇത്രയും ചെയ്തു, ബട്ട് ഐ എം നോട്ട് ബീൻ പ്ലേസ്ഡ്. സോ ദർ മൈറ്റ് ബി സംതിങ് ലാക്കിങ്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വരെ വി ഹാവ് ടു ട്രൈ. ആൻഡ് വെനെവർ യു അറ്റൻഡ് ആൻ ഇന്റർവ്യൂ, എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂസിലൊന്നും അല്ല, എനിക്ക് ഔട്ട്സൈഡ് ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റിലേക്ക് കിട്ടിയിട്ടുള്ളൂ. കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പല ഓഫീസുകളിലും. ഐ മീൻ ടു ബി വെരി ഫ്രാങ്ക്, ലൈക്ക് ഐ ഗോ ടു ടെക്നോ പാർക്ക്, ഓരോ ഓഫീസിൽ ഞാൻ കയറി ചോദിക്കുമായിരുന്നു റിസപ്ഷനിൽ, ഡു യു ഹാവ് എ ജോബ് ദെയർ. ആ കൈൻഡ് ഓഫ് എൻട്രി ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് നൗഡേയ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പണ്ട് ഇപ്പൊ ഉണ്ടെന്ന് അറിയില്ല. ടെക്നോ പാർക്കിന്റെ ഫ്രണ്ടിൽ അകത്ത് കയറണമെങ്കിൽ ഏറ്റവും റോഡ് സൈഡിലെ ഗേറ്റിന്റെ അവിടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് യു ഹാവ് ടു റൈറ്റ് ദ നെയിം ഓഫ് എ കമ്പനി വെരി അറ്റൻഡ്. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യമൊക്കെ എനിക്ക് ഒരു കമ്പനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പോകും. നെക്സ്റ്റ് ടൈം എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കയറുമ്പോൾ തൊട്ടടുത്ത കമ്പനിയിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞ നോട്ടീസ് ബോർഡിൽ കാണും. സോ വാട്ട് ഐ ഡിഡ് നെക്സ്റ്റ് ടൈം, നോട്ട് നെക്സ്റ്റ് ടൈം, ഒരു 3-4 ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ഹാക്ക് ചെയ്യുന്നത് വരെ ഏതെങ്കിലും ഒരു കമ്പനി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റർ ചെയ്യും. എന്നിട്ട് അതിന്റെ അകത്ത് ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് വരാ തട്ടും. സോ അതൊക്കെ ഒരു കാലം. സോ ഐ മീൻ ഐ വാസ് ഡെസ്പറേറ്റ്, ബട്ട് ഓക്കെ അതൊക്കെയായിരുന്നു, അതൊരു ജേർണി ആയിരുന്നു. സോ അങ്ങനെ ഒരു ഡെസ്പറേറ്റ് തോട്ട് പ്രോസസ് നിന്നാണ് എങ്ങനെയെങ്കിലും കിട്ടണം. സോ ദെൻ യു വിൽ ആക്ച്വലി ഫൈൻ ട്യൂൺ യുവർ സെൽഫ് ഹൗ ടു അപ്പിയർ ആൻ ഇന്റർവ്യൂ. ലൈക്ക് ആദ്യത്തെ ഇന്റർവ്യൂവിൽ എനിക്ക് പേടിയാണ്. ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂ എനിക്ക് അറിയില്ല, നിങ്ങളെല്ലാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണോ? നിങ്ങൾ S6 വരെയൊക്കെ ഏതെങ്കിലും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ഓക്കെ, ശരി. നിങ്ങൾ ഏതെങ്കിലും എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ പ്ലേസ്മെന്റ് അല്ല, നിങ്ങളിപ്പോ കോളേജിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ. ബാർട്ടണിൽ വന്ന സമയത്ത് പ്രിൻസിപ്പൽ ഒരു ഇന്റർവ്യൂ ഒരു സെഷൻ വെച്ചിട്ടുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ. അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഓക്കെ, മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ഒരു ഇന്റർവ്യൂ, റിയൽ ഇന്റർവ്യൂവിൽ കയറുമ്പോൾ നമുക്ക് കൈയൊക്കെ പറയും, പേടിയാവും. ഒബ്വിയസ്ലി എല്ലാവർക്കും വരും, അതൊന്നും നമ്മൾ പറയത്തില്ല, തടക്ക പിടിയാതെ. സോ വി ഹാവ് ടു ഫേസ് അത് ഫേസ് ചെയ്താലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ദെൻ അവിടെ നിന്നുള്ള ലേണിങ്സ് എടുക്കണം. നമ്മൾ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓക്കെ അയ്യോ ഐ ഡിഡ്ന്റ് ഗോട്ട് ദി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് വരുന്നു. വി ഹാവ് ടു ടേക്ക് ദ ലേണിങ്സ്. ലൈക്ക് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹൗ ടു ബി ഇൻ ദ ഇന്റർവ്യൂ. ലൈക്ക് ഇപ്പൊ എന്താ പറഞ്ഞാൽ ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ് കൂടുതലും വരിക, ഓഫ്ലൈനൊക്കെ ആയിട്ട്. ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും വെരി ഫസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റയർ, ലൈക്ക് വെരി ക്ലീഷ് ആയിട്ട് തോന്നും എല്ലാവർക്കും, ബട്ട് അവർ ലുക്ക് ആൻഡ് ഫീൽ, ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. വി ഷുഡ് ബി വെരി സിമ്പിൾ, വെരി പോസിറ്റീവ്. ലൈക്ക് ആ ഒരു ഇതിലായിരിക്കണം ഡ്രസ്സിങ് ആയാലും എന്താണെങ്കിലും, ഈവൻ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ദാറ്റ്സ് ക്ലീഷയാണ്, ബട്ട് ഐ ഹാവ് ടു സേ ദാറ്റ്. But അതല്ല primary, but there are certain things like we have to, like whenever the interviewer asks, I mean എല്ലാവർക്കും ഒരു ഫീലിംഗ് ആണ്, ഇറ്റ്സ് ലൈക്ക് വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ ഇന്ററോഗേഷൻ റൂം. അവർ നമ്മൾ കുറെ ചോദ്യം ചോദിക്കും. ഓക്കെ, ചെക്ക് ലിസ്റ്റ് 1, ചെക്ക് ലിസ്റ്റ് 2, ഐ ഷുഡ് ആൻസർ ദിസ്. സോ പേടിച്ചിട്ട് നെർവസ് ആയിട്ട്. സോ ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, ഐ ഷുഡ് സേ ദിസ്, ബട്ട് ദർ ആർ ചേഞ്ചിങ്. ലൈക്ക് നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുന്നതും അങ്ങനെയാണ്. നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് വിൽ ഹാവ് യു ഡൺ ദിസ്, ഹാവ് യു ഡൺ ദിസ്. സോ നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് ഫോമായിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അത് നമ്മുടെ ഒരു പഠിച്ചു വരുന്നതിന്റെ ഒരു രീതിയുടെ വ്യത്യാസമാണ്. സോ അതൊന്നും മാറിയിട്ട് വി ഷുഡ് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയുള്ള ഇന്ററാക്റ്റീവ് സെഷൻ പോലൊരു ഫീൽ കൊണ്ടുവരണം. സോ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലൈക്ക് അഞ്ജലി വാണ്ട് ടു സേ സംതിങ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ, ഓർ ഷുഡ് ഐ കണ്ടിന്യൂ? അല്ല
കണ്ടിന്യൂ ചെയ്തോ, ഞാൻ വേണമെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യാം ഓക്കെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഓക്കെ 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 പ്ലീസ് പ്ലീസ്. ഇടയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആ ഞാൻ ചാറ്റിലോ സംസാരിക്കാൻ എന്തെങ്കിലും. തുടങ്ങിയ ആ ചാറ്റ് ഇട്ടാലും മതി, സംസാരിക്കാം. ചോദിക്കാൻ വേണ്ടി. ഞാൻ കത്തി സംസാരിക്കാൻ വെച്ച് തുടങ്ങിയ സംസാരിച്ചോണ്ടിരിക്കും. നിങ്ങൾക്ക് ബോറടിക്കും, അത് എനിക്ക് പോലും അറിയില്ല. നിങ്ങൾക്ക് ബോറടിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞോണ്ടിരിക്കും. സോ നിങ്ങൾക്ക് ചോദിക്കാൻ കേട്ടോ. എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ടൈപ്പ് ഇൻ ദർ. ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ മൈക്കിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ മതി. സോ നമ്മൾ എങ്ങനെ ഓറിയന്റ് ചെയ്യുന്ന വെച്ചാലും നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചറിങ് ഉണ്ടാവണം ഇന്റർവ്യൂ കയറുന്നതിന് മുമ്പ്. സോ നേരത്തെ ആദ്യത്തെ പറഞ്ഞ പോലെ മോക്ക് ഇന്റർവ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രക്ചറിങ് കിട്ടും. ആൻഡ് അത് റെക്കോർഡഡ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആണ്. നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട്, എങ്ങനെയാണ് നടത്തിയെന്ന്. ലൈക്ക് സംബഡി ഈസ് ആസ്കിങ് ലൈക്ക് വാട്ട് ഈസ് യുവർ ലൈക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയണം. ദെൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ്, നിങ്ങൾ എന്തെങ്കിലും എക്സ്റ്റേണൽ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാം. നിങ്ങൾ കോളേജിലൊരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാം. ആൻഡ് ഇതൊരു സ്ട്രക്ചേർഡ് മാതിരി പറയണം. ലൈക്ക് അതിനൊരു ഫോമാറ്റ് ഉണ്ട് യൂണിവേഴ്സിറ്റി, സ്റ്റാർ അപ്രോച്ച് എന്നുള്ളത്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. STAR. സോ യൂണിവേഴ്സിറ്റി കൈൻഡ് ഓഫ് ഫോളോഡ് ഗൈഡ് ലൈൻ അല്ല, അതൊരു സ്ട്രക്ചറിങ് ആണ്. സോ ആ സ്ട്രക്ചർ ഫോളോ ചെയ്താൽ കേൾക്കുന്നത് എപ്പോഴും ഇന്റർവ്യൂവർ അവർക്ക് ബോറിംഗ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റാർ അപ്രോച്ച് ഓക്കെ. സോ ഇപ്പൊ സപ്പോസ് ഇപ്പൊ somebody is asking a question, what have you done in your project, what is your project, there is a library management software you done in your college project, so what is exact. So ഇപ്പൊ ആരെങ്കിലും പറയാണ് I have used Python, I have used Java, in the backend I used SQL, then I connected through so and so. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് it will get bored. So instead of jumping into technology like what you exactly did, നിങ്ങളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പോലെ പറയാം, നിങ്ങളുടെ സ്റ്റോറി ലൈൻ പോലെ. സോ we four like figured out there was this ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ this is one of the ഒരു ഡിഫിക്കൽട്ട് ഓർ ഒരു നീഡ് ഓഫ് ദ അവർ കൈൻഡ് ഓഫ് എ തിങ്. we don't have any software solution, so we thought about having a software solution where we can connect our libraries or books with the students, so they can book the thing, അവരുടെ ബുക്സ് ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാം, റീഡ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. Then we set the context. Set the context first. Yes, so we fix the situation. ഞങ്ങൾ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ ലൈബ്രറി ബുക്സ് ഉണ്ട്, പക്ഷെ അതിനെ ഒരു മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കണ്ടു. അത് സിറ്റുവേഷൻ ഫ്രെയിം ചെയ്യാം. Correct. Then we thought like front end ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. Like we can go with any front end UI. What should be the back end? Then we figured that these are the technologies we can fit into this front end, back end. Then if it's a mobile version, then mobile version. If you are hosting in a cloud options ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫ്രെയിം ചെയ്യും. ഇതാണ് ടാസ്ക്. അതായത് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം, അതിന് ഭാഗമായിട്ട് ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്, ഇത്രയും ഡിസൈൻ ഓപ്ഷൻസ് ഉണ്ട്. ആ ടാസ്ക് ഇതായിരുന്നു ടാസ്ക്. എന്നിട്ട് ഞങ്ങൾ അത് ടാസ്ക് പറഞ്ഞാൽ മതി. എന്നിട്ട് അടുത്ത ഭാഗമാണ് A for action. ആരൊക്കെ എന്തൊക്കെ ചെയ്യും. നിങ്ങൾ 4 ഫോം ഓഫ് ടീം ആണെങ്കിൽ I have done the back end, this person has done this front end, so this guy has done the stakeholder engagement. Like I spoke with the different library nerds, സംസാരിച്ചിട്ട് what is their requirement, usually what is the business practice happening there, എത്ര പീരിയോഡിക്കലി ആണ്, നിങ്ങൾ എന്തെങ്കിലും ടോക്കൺ മെക്കാനിസം ആണോ, മൾട്ടിപ്പിൾ ആൾക്കാർ ഒരു ബുക്ക് പിങ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. സോ ലൈക്ക് യു സ്പ്ലിറ്റ് ഹൗ ദ ടാസ്ക് ഹാസ് ബീൻ ഡിവൈഡഡ്. അങ്ങനെ പറയുമ്പോൾ ഒരു സ്റ്റോറി ലൈൻ പോലെ ഇരിക്കും. ആൻഡ് ഇന്റർവ്യൂ വിൽ ബി ലൈക്ക് won't be bored, and they will ask questions on top of it, like ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് പോലെ ഇരിക്കും. യു ഇവൻച്വലി നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. And also questions ചോദിക്കപ്പെടുന്നത് it's actually a really good thing. Like questions ചോദിക്കുന്നത് നല്ലതാണ്, because they are trying to understand, okay ഇവരെന്ത് ചെയ്തു, okay അത് കൂടുതൽ എനിക്ക് മനസ്സിലാക്കണം എന്നൊക്കെ. അപ്പൊ ഒരു റീക്യാപ്പ് ചെയ്യാനായിട്ട്, സിറ്റുവേഷൻ നമ്മൾ പറയുന്നു ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, ടാസ്ക് ഇത് കാരണമാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മറ്റേ ഞാൻ കോളേജിൽ പോയിരുന്നപ്പോഴത്തേക്ക് ആദ്യത്തും ഒരു ഗ്രൂപ്പും ഒരു പ്രോജക്റ്റ് കാണിച്ചായിരുന്നു അവര്. സോ അതിനകത്ത് ഞാൻ അത് സ്റ്റാർ ഫോർമാറ്റിൽ പറഞ്ഞു നോക്കാൻ ശ്രമിക്കാം. സിറ്റുവേഷൻ ഒരു ഓക്കെ. ഇപ്പം
സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താ സീപോർട്ടില് കുറച്ച് മെഷീനറീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഇലക്ട്രോണിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഓരോ മെഷീനറീസും ഡേ ബൈ ഡേ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ചെറിയ ഡിഫോൾട്ട്സ് ഒക്കെ വരും, ഇപ്പം ഏജിങ് കാരണം. അപ്പോൾ അത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു സിസ്റ്റം റെഡിയാക്കുന്നതായിരുന്നു. ഇപ്പം 5 മിനിറ്റ് ഡിലേ ആയാൽ തന്നെ ഭയങ്കര ലോസ് ആണ് ഇവിടെ സീപോർട്ടിൽ നടക്കുന്നത്. അപ്പൊ ആ ഡിലേ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു സിസ്റ്റം റെഡിയാക്കലായിരുന്നു. സിസ്റ്റം അത് വേണം, അതിനാണ് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിലപ്പം ടാസ്ക് ആയിട്ട് ഫ്രണ്ട്സിനെ റിസർച്ച് ചെയ്യാൻ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ ചെയ്യാം, എങ്ങനെ ഇതിപ്പം സ്റ്റാക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാം. മനസ്സിലായി. അങ്ങനെ എന്ത് ടാസ്ക് ലൈക് സ്റ്റാക്ക് യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് റിസർച്ച് ചെയ്തു, എന്നിട്ട് എങ്ങനെ എന്തൊക്കെ സ്റ്റാക്ക് യൂസ് ചെയ്തു? റിസർച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം അവിടുത്തെ ഓരോ സെൻസസിന്റെ വാല്യൂസ് എങ്ങനെ ആണ് വരുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനൊരു കാൽക്കുലേഷൻ, ഒരു അൽഗോരിതം സെറ്റ് ചെയ്യും. അപ്പൊ ഈ ഇന്ന ത്രഷോൾഡിന്റെ മുകളിലോട്ട് പോയാൽ നമ്മൾ അതിനെ റിപ്പയർ ചെയ്യേണ്ടി വരും. നോർമൽ ആണെങ്കിൽ നമുക്കൊരു സിമുലേഷൻ ഓൾറെഡി നമുക്കിപ്പോ ലോഡ് കൂടുതൽ കൊടുത്താൽ അതെന്തെങ്കിലും പ്രശ്നം വരുമെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ത്രഷോൾഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. സോ അത് യു ബേസിക്കലി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് എല്ലാവർക്കും കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്, ലൈക്ക് ഹൗ ടു പ്രസന്റ് ഓൺ ദ എല്ലാവർക്കും അറിയാമെങ്കിലും മറ്റേ ഹാൻഡ്സ് അപ്പ് ഉള്ളതുണ്ടല്ലോ, തംസ് അപ്പ്, അത് ഇട്ടാലും മതി. ഇൻട്രാക്ഷനിലേക്ക് നമുക്കൊരു ഡൗട്ട് ആയിരിക്കും, ബട്ട് ഞാൻ ഫീൽ ചെയ്യില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അഞ്ചലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഗ്രേറ്റ്. ശരി. അപ്പൊ ഈ സിറ്റുവേഷൻ ടാസ്ക് ആദ്യത്തെ നന്നായിട്ട് പറഞ്ഞു, എന്നിട്ട് ആക്ഷൻ ഞങ്ങൾ അത് ബിൽഡ് ചെയ്തു, റിസൾട്ട് ഞങ്ങള് അവരെ കാണിച്ചു. ആക്ച്വലി ഞാൻ ക്യൂരിയസ് ആണ്, എന്താ ഈ റിസൾട്ട്? അത് റിസൾട്ട് അത് ഹാക്കത്തോൺ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ വി അപ്രോച്ച് ടു അദാനി പോർട്ട് ഫോർ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്. സോ ദേ ഓഫേർഡ് ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. അവിടെ പോയി SML നമുക്ക് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ. Okay, nice. So hackathon is one good option. Hackathon is a very one good option. I've seen one of the questions in the checklist. So you can try these hackathons, like online options ഉണ്ട്, അതിലെല്ലാം ട്രൈ ചെയ്യുക, ഹാക്കത്തോൺസ് അപ്പിയർ ചെയ്യുക. പിന്നെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലൈക്ക് കാഗിൾ ഒരു പ്ലാറ്റ്ഫോമാണ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റ് ഇൻ ടു ഡേറ്റാ സയൻസ് ആൻഡ് AI മോഡലിംഗ്. സോ അവിടെ ചെയ്ത് പഠിക്കാം. അങ്ങനെ പല പ്ലാറ്റ്ഫോമിലും ഇത് ട്രൈ ചെയ്യുന്നത്. ഹാക്കത്തോൺസ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക, ഐ മീൻ ടീമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഗിവ് എ ഗുഡ് എക്സ്പോഷർ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഗുഡ് മാർക്ക് ഇൻ യുവർ ഇന്റർവ്യൂ, ലൈക്ക് ഇൻ യുവർ റെസ്യൂമെ. സോ അതൊരു നല്ല ഓപ്ഷനാണ്. ഗിയർ ഒന്ന് കുറച്ച് സ്വിച്ച് ചെയ്യാം. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ടെക്നിക്കൽ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ഇല്ല. സോ മേ ബി ലൈക്ക് ലീഡർഷിപ്പ് മാനേജ്മെന്റ് റോൾസിലോട്ട് മൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലൈക്ക് MBA നെസസറി ആണോ ഒരു ലീഡർഷിപ്പ് മാനേജ്മെന്റ് റോളിലോട്ട് മൂവ് ചെയ്യാൻ, അതോ ലൈക്ക് എക്സ്പീരിയൻസ് തന്നെ വേണോ? ലൈക്ക് അതാണ് ക്വസ്റ്റ്യൻ. ലൈക്ക് ബേസിക്കലി എനിക്ക് ഹാൻഡ്സ് ഓൺ ചെയ്യുന്നതിനേക്കാളും മാനേജറിയൽ റോളാണ് താല്പര്യമെങ്കിൽ എങ്ങനെ ഞാൻ മൂവ് ചെയ്യും? അണ്ടർസ്റ്റുഡ്. സോ അതിനു മുൻപ് ഞാൻ ഓഡിയൻസിനോട്, ഐ മീൻ സ്റ്റുഡൻസിനോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര പേർക്ക് മാനേജറിയൽ ടൈപ്പിലോട്ട് പോകാൻ താല്പര്യമുണ്ട്? ലൈക്ക് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാൻ മതി. ഓക്കെ, ഞാൻ കൃപയുടെ തന്നെ ചോദിക്കാം, ഹൗ ഡിഡ് യു ഫിഗർ ലൈക്ക് യു ലൈക്ക് മാനേജ്മെന്റ്? ലൈക്ക് നിങ്ങൾ ഒരു മാനേജറിയൽ കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ടിലോട്ടാണ് പോകാൻ മനസ്സിലായത് എങ്ങനെയാണ്? ആക്ച്വലി നമുക്ക് കോളേജിൽ എക്സ്പോർട്സ് എന്ന സ്റ്റാർട്ടപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു IT റോളിൽ ഒരു ഹെഡ് റോളിലേക്കൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് നമ്മൾ കോഡിങ് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഉണ്ട്. അപ്പം ആ മാനേജ്മെന്റ് ആണ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കോഡിങ്ങിനെക്കാട്ടും. കോഡിങ് ചെയ്യാൻ പറ്റും, പക്ഷേ ഓക്കെ, ഫൈൻ. സോ ഞാൻ അതിലോട്ട് തന്നെ വരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ MBA വേണോ വേണ്ടേ, അതാണ് ഫസ്റ്റ് ക്ലാസ്. സോ MBA ഇസ് നോട്ട് എ മാൻഡേറ്ററി. അതൊരു അബ്സല്യൂട്ട്ലി വേണമെന്നൊരു നിർബന്ധമില്ല. MBA ഇല്ലാതെ തന്നെ നമ്മുടെ കരിയർ ഇംപ്രൂവ്മെന്റ് അനുസരിച്ചിട്ട് യു ക്യാൻ ഗ്രോ യുവർ കരിയർ ഇൻടു ടെക് ലീഡ്സ്, നമ്മുടെ ടെക് മാനേജേഴ്സ് ആയിട്ട് ഗ്രോ ചെയ്യാം. സോ അവിടെ കൂടുതലും നേരത്തെ അഞ്ചിട്ട് പറഞ്ഞ പോലെ തന്നെ ത്രൂ എക്സ്പീരിയൻസ് നമ്മളത് ടീമിനെ മാനേജ് ചെയ്തിട്ട്, സോ ഹൗ യു വിൽ ഏബിൾ ടു ലേൺ ഹൗ ടു മാനേജ് എ ടീം. സോ അതൊരു മാൻഡേറ്ററി ചെയ്തല്ല. ദെൻ യു ക്യാൻ ഹാവ് ദ MBA ലൈക്ക്
നമ്മൾ കൃപ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണ് വെൻ ആഫ്റ്റർ കോഴ്സ് ലൈക്ക് 3 to 4 years, ആൻഡ് യൂഷ്വലി ഒരു 3 to 4 years ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുക വേർ യു ടു ഷിഫ്റ്റ് യുവർ ജോബ് ടു ഫ്രം ടെക് ടു മാനേജറിയൽ ഓർ മാനേജറിയൽ ടു ടെക്. പിന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ വ്ളോഗർ ആവണമെന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പീരീഡ് 3 to 4 ആയിരിക്കും. സോ ജോക്സ് അപ്പാർട്ട്. സോ അപ്പൊ ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നിങ്ങളൊരു എന്താ പറയുക MBA ആ ടൈമിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം ജോലിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് MBA ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ടീവ് MBA. സോ MBA കൂടെ ചെയ്തിട്ട് യു ക്യാൻ ഷിഫ്റ്റ് യുവർ കരിയർ ഇൻ ടു ദ മാനേജ്മെന്റ് സൈഡ്. സോ ഞാൻ അതുകൊണ്ടാണ് അഞ്ജലിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിച്ചത്, എപ്പോഴാണ് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത്? ഈ സ്റ്റേജിൽ നിങ്ങൾക്കൊരു മാനേജ്മെന്റ് സൈഡിലാണോ ടെക് സൈഡിലാണോ നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ലൈക്ക് ഞാനൊരു ടിപ്പ് പറയാം, ജസ്റ്റ് സിമ്പിൾ ടിപ്പ്. ഐ തിങ്ക് എവരി വൺ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ക്ലീഷയാണ്. ലൈക്ക് നിങ്ങളൊരു കോളേജ് പ്രോജക്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ വിചാരിക്കും ഓക്കെ ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഓക്കെ. അപ്പൊ പെട്ടെന്ന് എന്റെ മൈൻഡിൽ വരുന്ന ഓക്കെ ഐ വിൽ ഡെവലപ്പ് ഫ്രണ്ട് ആൻഡ് വ്യൂ. അതൊരു ടിപ്പിക്കൽ ടെക്നിക്കൽ DNA ആണ്. സോ DNA ഓഫ് എ ടെക്നിക്കൽ. സോ പെട്ടെന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത് ഓക്കെ എനിക്ക് ഇന്നയാൾ വേണം, അവന് ഫ്രണ്ട് ആൻഡ് വ്യൂ അറിയാം, ഇന്നയാൾ വേണം, ഹീസ് ഗുഡ് അറ്റ് SQL, this guy is good at API thing, so this guy is good at cloud. ആ മൈൻഡ് സെറ്റ് ആണ് തിങ്ക് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് എ ടിപ്പിക്കൽ മാനേജറിയൽ DNA. സോ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്വീക്സ് വെച്ചിട്ട് യു ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്. സോ ഫ്രം ദെയർ യു ഹാവ് ടു ഫസ്റ്റ് ഇപ്പോഴേ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പോയാൽ നല്ലതായിരിക്കും. ലൈക്ക് ആഫ്റ്റർ നമ്മുടെ BTech യു ക്യാൻ ടേക്ക് MBA or not, otherwise MBA is not a mandatory. So Yeah, and I also agree with that. MBA is not mandatory. What like if I would say MBA ചെയ്യുന്നത് എന്തിനായിരിക്കും യൂസ്ഫുൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് കുറച്ച് നെറ്റ്വർക്ക് ചെയ്യാൻ, അതായത് ഈ ലൈക്ക് നമ്മൾ ഉള്ള സ്ഥലത്ത് വേറെ ആരൊക്കെയുണ്ട്, വേറെ ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബാച്ചിൽ കുറച്ച് പേരെ അറിയും. അങ്ങനെ MBA ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ MBA ചെയ്തിട്ടുള്ള മോസ്റ്റ് ആൾക്കാർ അത് കാണുന്നത്. ലൈക്ക് നമുക്ക് നല്ലൊരു ലൈക്ക് അലുമിനി ആയിട്ടും കണക്ട് ആവും. അതൊരു പോയിന്റ്. പിന്നെ രണ്ട് ചില സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, ലൈക്ക് പീപ്പിളെ എങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ MBAയിലൂടെ പഠിക്കും. പക്ഷെ എന്നാലും പഠിക്കുന്നത് അത്രയും ലൈക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യില്ല ടു വർക്ക് എക്സ്പീരിയൻസ്. സോ ലേണിംഗ് ബൈ ഡൂയിങ് ഇസ് ആക്ച്വലി ബെറ്റർ ദെൻ like taking an MBA. And Kripa പറഞ്ഞ പോലെ like if you have any kind of opportunity where you're able to manage something like ഒരു എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനുണ്ട്, അതിന്റെ മാനേജ്മെന്റ് സൈഡ് ഇഷ്ടപ്പെടുവാണ് എന്ന് നോക്കുന്നതും, പിന്നെ അതെങ്ങനെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിൽ എങ്ങനെ ആ മാനേജ്മെന്റ് സൈഡ് കണ്ടെത്തി ചെയ്യാം എന്നുള്ളത് gives you that experience in doing management. So on both counts, like I don't think MBA is necessary for a leadership or a management role. But yeah, very interesting conversation. MBA obviously it will help for nuance how to target the business earnings, ബിസിനസിന്റെ ക്യാഷ് ഇൻഫ്ലോസ്, ക്യാഷ് ഔട്ട്ഫ്ലോസ്, അതൊക്കെ ഇങ്ങനെ ബിസിനസ് റവന്യൂ എങ്ങനെ വരുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു ജോലി കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ നിങ്ങളുടെ കമ്പനിയിലേക്ക് എങ്ങനെ ഗ്രോ ചെയ്യണം. സോ ദാറ്റ് MBA കൈൻഡ് ഓഫ് ഇരുന്നാലും ഒരു ആഡ് ഓൺ ആണ്. ചിലർ MBA ഇല്ലാതെയും അഞ്ജലി പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി, ബട്ട് ഇടുന്ന് ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ആർ മാനേജ്ഡ് വിൽ ബി. ഓക്കെ അഞ്ജലി. I think for most people maybe like 1 year വർക്ക് ചെയ്തിട്ട് ഒരു MBA എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് എന്തെങ്കിലും ഒരു ടൈപ്പ് വർക്ക്, ലൈക്ക് എന്താ പറയാ, ഒരു IT ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല, എന്തെങ്കിലും ഒരു വർക്ക് പ്ലേസ് നമ്മൾ കണ്ടു, ഇന്റേൺഷിപ്പ് ചെയ്തു, എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസ് ഉള്ളതെന്ന് കണ്ടിട്ട് MBA ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആവും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പം എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ലൈക്ക് ഇഫ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഫോക്കസ് ഓൺ, സോ ഐ ഡോണ്ട് നോ എനിക്ക് മാനേജ്മെന്റ് ആണോ ടെക്നിക്കൽ ആണോ താല്പര്യം, അതോ രണ്ടും താല്പര്യം ഇല്ല എങ്കിൽ ലൈക്ക് ഞാൻ എങ്ങനെ, ലൈക്ക് ഹൗ ഡു ഐ ഗെറ്റ് മൈ സെൽഫ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ഹൗ ഡു ഐ ഫിഗർ ഔട്ട് എന്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്? എന്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്? ലൈക്ക് ഷുഡ് ഐ ഗോ ടുവേർഡ്സ് ടെക്നിക്കൽ സൈഡ് ഓർ ഷുഡ് ഐ ഗോ ടു ദ മാനേജ്മെന്റ് സൈഡ്? അതാണോ ചോദിച്ചത്? അതെ. സോ ദാറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. സോ ലൈക്ക് വൈ ഡിഡ് യു ചൂസ് BTech ഇൻസ്റ്റെഡ് ഓഫ് MBBS? No, it's a very subjective. Yeah, correct. Obviously നമ്മുടെ നാട്ടിലങ്ങനെയാണ്. ബട്ട്
അതൊക്കെയാണ്. ബട്ട് ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ഓൺ വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ഇപ്പം പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയല്ലോ, നമ്മളിപ്പോ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്ത വേവ് എന്നുള്ള ആ വേർഡ് തോന്നും. ബട്ട് ഇവൻച്വലി യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. സോ ആ നീഡ് ബേസ് ചെയ്തിട്ടാണ് വെദർ യു ഹാവ് ടു ചൂസ് ടെക് സൈഡ് ഓർ മാനേജർ സൈഡ്. ഇഫ് യു ആർ എ വെരി ഗുഡ് അറ്റ് പീപ്പിൾ മാനേജ്മെന്റ് and you are enjoying that thing, then you should definitely do MBA. അതിൽ MBA പല സബ് കാറ്റഗറീസ് ഉണ്ട്. ഓപ്പറേഷൻസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, IT ഉണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, യു ഡു സം റിസർച്ച് ഓൺ ഇറ്റ്, അത് MBA ചെയ്യുക. ആഫ്റ്റർ അഞ്ജലി പറഞ്ഞ 1 year ഓഫ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വി വിൽ നോ, ലൈക്ക് നമ്മൾ ബിടെക് കഴിഞ്ഞോടെ MBA ചെയ്യാൻ പോയാൽ നമുക്കൊരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടില്ല, നമുക്കറിയില്ല എങ്ങനെ വർക്ക് ചെയ്യുന്നത്. സോ 1 year അല്ലെങ്കിൽ 2 years നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്താൽ ഓക്കെ ഇതൊരു ഓർഗനൈസേഷൻ ആണ്. ഇനിഷ്യലി നമ്മളൊരു ജൂനിയർ ഡെവലപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അനലിസ്റ്റ് ആയിരിക്കും. അനലിസ്റ്റിന് പോലും അറിയില്ല. അനലിസ്റ്റ് മാനേജറിന്റെ താഴെ തരുന്ന അതിന്റെ താഴെ വരുന്ന വർക്കിന്റെ ചില പാർട്ട് ചിലപ്പോൾ എക്സൽ ഫില്ല് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും PPT കളർ മാറ്റാനായിരിക്കും, ചിലപ്പോൾ കോഡിൽ ചേഞ്ച് ചെയ്യാനായിരിക്കും. സോ വാട്ട് എവർ ജോബ് ദേ ഹാവ് ടു ഡു എവറിത്തിങ്. സോ ഈവൻ കോഡിങ് ഉണ്ടാവും. സോ അവിടെ നിന്ന് അതൊന്നും നമ്മൾ മനസ്സിലാക്കും. സോ ഇഫ് യു ഹാവ് 2 ടൈപ്പ് ഓഫ് ആൾക്കാർ അവിടെ നിന്ന് വരും. ഒന്നെന്ന് പറഞ്ഞാൽ പ്യുവർലി ടെക്നിക്കൽ. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഐ നോ ദിസ് തിങ്, ഇതൊരു API കോഡ് വഴി ഐ ഹാവ് ടു ഫിഗർ ദിസ് ഔട്ട്. there is a security, like API കോഡിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്, ഐ ഹാവ് ടു ഫിക്സ് ദിസ് യൂസിങ് സം കീസ്, അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫി യൂസ് ചെയ്യണം. സോ അങ്ങനെ ഒരു ഐഡിയയിൽ വരും. ചിലരുണ്ടാവും ഇതൊന്നും ഓക്കെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് പ്രശ്നം വന്നാൽ മൈ ഓർഗനൈസേഷൻ ഇത്ര റവന്യൂ ലോസ് സംഭവിക്കാൻ പോവുകയല്ലേ, ഓക്കെ ഈ പ്രൊഡക്റ്റ് തന്നെ പ്രോബ്ലം ആവുകയല്ലേ, ദിസ് വിൽ എഫക്ട് എ ക്ലയന്റ്. സോ ഈ കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ് ഉള്ള 2 ആൾക്കാർ അവിടെ ഉണ്ടാവും. സോ അതില് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും കൂടുതൽ ടുവേഴ്സ് ടെക്നിക്കലോട്ട് പോകാൻ. സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും MBA ചൂസ് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ളത്, അവരായിരിക്കും കൂടുതൽ ബോധവരും. സോ ഈ MBA ചൂസ് ചെയ്യണം എന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബി ദാറ്റ് മച്ച് വറീഡ് അബൌട്ട് ദ പ്രോഡക്റ്റ്. നിങ്ങളൊരു ഇപ്പോൾ സപ്പോസ് ഇഫ് യു ആർ ഇൻഫോസിസിലാണ് നിങ്ങൾ പ്ലേസ് ആയെന്ന് കരുതാൻ, അവിടെ ഫസ്റ്റ് ഇയർ യു വിൽ ബി ഡൂയിങ് സം ഇനിഷ്യൽ ഇൻഡക്ഷൻ പ്രോഗ്രാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ വെൻ യു ചെയ്യുന്ന സമയത്ത് ഈ പാച്ച് അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു മോഡിഫിക്കേഷൻ വരുമ്പം ഹൗ ദ എൻഡ് പ്രൊഡക്റ്റ് വിൽ ഇമ്പാക്ട് ദ റവന്യൂ ഓഫ് ഇൻഫോസിസ്, അറ്റ് ദ സെയിം ടൈം ക്ലയന്റിന്റെ ബിസിനസ് അത് അഫക്ട് ചെയ്യൂ. ആ തോട്ട് പ്രോസസ് ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ യു ഡെഫിനറ്റ്ലി ഡു ആൻ MBA. സോ ദർ ഇസ് എ വെരി ബിഗ് കരിയർ, ലൈക്ക് MBA ബേസ് ചെയ്ത് നിങ്ങൾ മാനേജ് സൈഡിലോട്ടൊരു കരിയർ അവിടെ ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് വിൽ ബി കൈൻഡ് ഓഫ് എ തോട്ട് പ്രോസസ് യു ഷുഡ് ഫോളോ. ബേസിക്കലി ഇപ്പൊ ചെയ്യുന്ന വർക്ക് എന്താണ്, ഇപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ്സ് ആണ്, ഗ്രൂപ്പ് പ്രോജക്ട്സ് ആണ്, അല്ലെങ്കിൽ സെമിനാർ ആണ്, ഒന്ന് കുറച്ചുകൂടെ ഇരുന്ന് ചിന്തിക്കാൻ നോക്ക്. ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് what am I enjoying the most when I'm doing out of this, from like Anup പറഞ്ഞ different aspects, technical aspects, like ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണോ ഞാൻ ആദ്യം ഫസ്റ്റ് ലുക്കപ്പ് ചെയ്യുന്നത്, അതോ അതിന്റെ പ്രോബ്ലം കോണ്ടെക്സ്റ്റ് ഒക്കെ മനസ്സിലാക്കി ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കാനാണോ, അതിന്റെ അല്ലെങ്കിൽ അതിന്റെ മണി സൈഡ്. ഐ തിങ്ക് മണി സൈഡ് നമുക്ക് എക്സാക്ട്ലി ഹൗ സ്ട്രക്ചേർഡ് ആയിട്ടാണോ ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. എനിക്കൊരു ഇൻട്രോ വേണം, എനിക്കൊരു ഒബ്ജക്റ്റീവ് വേണം, ഐ ഹാവ് ഒരു കോണ്ടെക്സ്റ്റ് സെറ്റിംഗ് വേണം, ദിസ് ഇസ് മൈ അപ്രോച്ച്, ഹൈപ്പോത്തറ്റിക്കൽ അപ്രോച്ച്, ദെൻ ദിസ് ഇസ് എൻഡ് റിസൾട്ട്. അങ്ങനെ ഒരു പാറ്റേണിലാണോ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ടാണോ ചിന്തിക്കുന്നെങ്കിൽ സോ ദാറ്റ് ഈസ്. ഒന്ന് ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ട് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് എന്തെങ്കിലും മനസ്സിൽ തോന്നി ചാറ്റില് ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളില് anything that you are not unsure of? I will start with something like very recently ഞാൻ ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോഴത്തേക്കും ഞാൻ ഒബ്സർവ് ചെയ്ത 2-3 things, because എല്ലാ ഇന്റർവ്യൂ ഗൈഡൻസും യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ആൻഡ് നിങ്ങൾക്ക് ഐഡിയാസ് എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ChatGPT ചോദിച്ചാൽ ഉത്തരം കിട്ടും. സോ വെരി 2-3 things നിങ്ങൾ വെരി കെയർഫുൾ ആയിട്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ as an interview, ഇപ്പൊ ഞാനാണ് ഇന്റർവ്യൂവർ, യു ആർ ഗോയിങ് ടു അറ്റൻഡ് ദ ഇന്റർവ്യൂ. സോ I will overall look at your attitude, how you are approaching my questions.
ലൈക്ക് എപ്പോഴും ഫ്രഷേഴ്സിന് ടെക്നിക്കൽ ഒരുപാട് ചോദിക്കില്ല. ടെക്നിക്കൽ ചോദിക്കും ഒബ്വിയസ്ലി ഉണ്ടാവും, ബട്ട് ടെക്നിക്കൽ ആയിരിക്കില്ല ഫോക്കസ്. നിങ്ങൾ എങ്ങനെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ചെയ്യുന്നത്, ലൈക്ക് ഗസ്റ്റിമേറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗസ്റ്റിമേറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് എല്ലാത്തിനും ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹൗ മെനി, ഇപ്പൊ ട്രിവാൻഡ്രത്താണല്ലോ എല്ലാം ട്രിവാൻഡ്രം ഫെമിലർ ആണല്ലോ, 2 വർഷം 3 വർഷമായില്ലേ, ഹൗ മെനി പിസ്സാസ് ആർ സോൾഡ് ഇൻ ട്രിവാൻഡ്രം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ ചോദിച്ചാൽ ഹൗ വുഡ് യു അപ്രോച്ച് ആൻ ആൻസർ? സോ അവിടെ നിങ്ങൾ എത്രത്തോളം ഫസ്റ്റ് യു ഹാവ് ടു ബിൽഡ് ആൻ അസംഷൻ. ട്രിവാൻഡ്രത്ത് പിസ്സ എല്ലാവരും കഴിക്കില്ല. സോ ഇറ്റ്സ് ആ പോപ്പുലേഷൻ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 25 to 30, ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി IT ഓർ സംവെയർ എൽസ്. 25-30 പല ടൈപ്പ് ഓഫ് മാൻ പവർ ജോലി ചെയ്യുന്നവരുണ്ടാവും, IT ജോലി ചെയ്യുന്നുണ്ടാവും, ഗവൺമെന്റ് സർവീസിന്. മാൻ പവർ ചെയ്യുന്ന ഇപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അവർക്ക് പിസ്സ കഴിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. സോ യു കാറ്റഗറി, യു പ്രിപ്പയർ, you set a baseline. This is assumption. From there, I calculate x, y, so and so. Then I concluded the total population 9 lakhs, and now it is 10,000 people a day will have pizza. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ആയിരിക്കും, ഹൗ മെനി ദേ ഓർഡർ ത്രൂ ഓൺലൈൻ ആപ്പ്? സ്വിഗ്ഗിയിൽ എത്ര പേര് ഓർഡർ ചെയ്യും? സോ ഇങ്ങനെ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ, ഹൗ വുഡ് യു അപ്രോച്ച്? നിങ്ങൾ എക്സാക്ട് നമ്പറിൽ എത്തണമെന്നില്ല, നിങ്ങളത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എന്റെ ഓരോ ഹിന്റിലും നിങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യുന്നു, അതിലാണ് കാര്യം. പിന്നെ നിങ്ങൾ എപ്പോഴും ഉത്തരം ചാടിക്കറി പറയാൻ പാടില്ല. ഐ മീൻ അതൊരു നല്ലൊരു ഫീൽ കിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഒരു 10 second പോസ്, നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുന്ന ആളാണെങ്കിൽ യു ടേക്ക് എ 10 second പോസ് ആൻഡ് എക്സ്പ്ലെയിൻ. ഫസ്റ്റ് എക്സ്പ്ലെയിൻ, ആലോചിച്ചോണ്ടിരുന്ന ബോറടിക്കും. ഐ മീൻ ഇന്റർവ്യൂ. സോ യു എക്സ്പ്ലെയിൻ യുവർ സെൽഫ്, വാട്ട് ദ ലോജിക് യു ആർ ഫ്രെയിമിംഗ്, ദെൻ ഉത്തരം പറഞ്ഞു കൊടുക്കുക. സോ ഇതിൽ നിങ്ങൾ ചെയ്ത 2-3 ഒബ്സർവ് ചെയ്ത കാര്യം വെച്ചാൽ, ഒന്ന്, പലരും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ChatGPT നോക്കും പാരലലി 2 ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട്. സോ ഡോണ്ട് ഡു ദാറ്റ്. സോ ദാറ്റ് വിൽ എല്ലാവരും ചെയ്യും. ഐ മീൻ ഐ സീൻ മെനി. യെസ് നമ്മുടെ ഒരു 2-3 ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ അതിനൊരു ഞാൻ ലോജിക്ക് പറയാം. അഞ്ജലി ഒക്കെ ഉണ്ട്, ഞാനിപ്പോ ആദ്യത്തെ എടുക്കാം. ആദ്യത്താണ് കാൻഡിഡേറ്റ്. ആദ്യത്തിനെ പോലെ 10 പേര് വരുമ്പോഴത്തേക്കും ഞാൻ ഇന്റർവ്യൂ ആലോചിക്കില്ല, ചേട്ടാ ഇവൻ ChatGPT ആണ് ചോദിച്ചാ. അപ്പൊ ഞാൻ ChatGPT ചോദിക്കും, അസൽ ഇന്റർവ്യൂർ ഹൗ ടു ഒബ്വിയസ്ലി അല്ലേ, ഇത് എല്ലാവർക്കും ആക്സസിബിൾ അല്ലേ. സോ വീൽ ഐ മീൻ അതൊരു ഓപ്ഷനാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അറിയാൻ പറ്റും ഹൗ ദേ ലുക്ക് ലൈക്ക്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ, വാട്ട് ഈസ് നിങ്ങളുടെ ഇന്റേൺഷിപ്പ്, വാട്ട് ഹാവ് ഡൺ ഇൻ ഇന്റേൺഷിപ്പ്, അതിൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ആയിരിക്കും അവർ. കാരണം വെച്ചാൽ ChatGPT ഇരുന്ന സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ആണ്, ഹ്യൂമൻ ലാംഗ്വേജ് അല്ല. സോ ഹ്യൂമൻ ലാംഗ്വേജ് ഷിഫ്റ്റ് ആയി സ്ട്രക്ചേർഡ് ആവും. അപ്പം ആ ന്യൂആൻസസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പ്ലസ് അവരുടെ ഐ മൂവ്മെന്റ്സ്, എപ്പോഴും തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഐസ് മുകളിലോട്ട് പോകും, ChatGPT സ്ക്രീൻ നോക്കിയാൽ ഒരു സൈഡിലോട്ട് പോകും. സോ ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യും. പിന്നെ ഇതെല്ലാം മാനുവൽ ഒബ്സർവേഷൻ ആണ്. പിന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല ഓർഗനൈസേഷനും ദേ ഹാവ് ആൻ ഓട്ടോമേറ്റഡ് ടൂൾസ്. സോ ആ ടൂൾ ഇറ്റ് വിൽ ഡിറ്റക്ട് ആൻഡ് ഗീവ്. നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പലപ്പോഴും കാണിക്കും, there is one more person is also there എന്ന് പോപ്പ് ചെയ്ത് വരും, ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ ഇങ്ങനത്തെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യില്ല എന്നറിയാം, ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഈ പ്രായത്തിലൊക്കെ നമ്മൾ ഇതിനപ്പുറം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നിങ്ങൾ കാണിക്കുമായിരിക്കും, അത് തെറ്റില്ല. ബട്ട് നല്ല ഓർഗനൈസേഷൻസിൽ നിങ്ങൾ കാണിക്കരുത്. സോ ദേ വിൽ ട്രാക്ക്. മാത്രമല്ല ചെറിയ ഓർഗനൈസേഷനും കാണിക്കരുത്. നമുക്ക് ഓൺ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും റിയൽ ഇതായിരിക്കണം. അതൊരു കാര്യം. രണ്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ ആണല്ലോ നമ്മുടെ ഫോക്കസ്. സോ ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഓക്കെ ഗൂഗിളിന്റെ ഇന്റർവ്യൂ വന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം കമ്പനി വന്നു, ഐ വിൽ ബി മോർ ടെൻസ്ഡ്. ഞാൻ അതിനു വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കും. ആദ്യത്തെ പറഞ്ഞ പോലെ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും. ഐ സജസ്റ്റ് മോക്ക് ഇന്റർവ്യൂസ്, ബട്ട് ഞാൻ കൂടുതൽ എംഫസൈസ് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവരോടും പറയാച്ചാൽ, നിങ്ങൾ ഇപ്പൊ എല്ലാം ഓൺലൈനിൽ ഇന്റർവ്യൂസ് ഉണ്ടല്ലോ, നൗക്കരി കയറുക, കുറെ ഓൺലൈൻ ഇന്റർവ്യൂസ്, അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കുറെ കമ്പനികൾ കയറി അപ്ലൈ ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. ലൈക്ക് ആഫ്റ്റർ 2-3 ഇന്റർവ്യൂസ് നിങ്ങൾക്ക് 2 കാര്യം കിട്ടും. യു വിൽ ഗെറ്റ് ആൻ എക്സ്പോഷർ ഹൗ ടു ബി കാം ഡ്യൂറിങ് ഇന്റർവ്യൂ, എങ്ങനെ സ്ട്രക്ചറായിട്ട് പറയണമെന്ന് മനസ്സിലാവും. 3, ഇന്റർവ്യൂസ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും അവർ ചോദിക്കുന്നത്. നിങ്ങൾ റെഫർ ചെയ്ത ഒരു ബുക്കിൽ നിന്നായിരിക്കും, മേ ബി ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അവർ ചോദിക്കുന്നത് മാർക്കറ്റ് ഡിമാൻഡഡ് കാര്യങ്ങളായിരിക്കും. സോ മാർക്കറ്റിൽ എന്ത് ഡിമാൻഡിങ് ആണ്, എന്ത് ChatGPT നിങ്ങൾക്ക് തന്നു, ഇത് തമ്മിൽ ഡിഫറൻഷ്യൽ മനസ്സിലാവും. സോ നിങ്ങൾ ആക്ച്വൽ കമ്പനി ഫേസ് ചെയ്യുമ്പോൾ ഒരുപാട് ലേണിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. യു വിൽ ബി വെരി കമ്പോസ്ഡ് ആൻഡ് യു ക്യാൻ
സ്പീക്ക് പ്രോപ്പർലി. നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വരും. ആ ഇന്റർവ്യൂ എൻ്റെ അടുത്ത് ചോദിച്ചു, സോ ഐ ഷുഡ് ബി വെരി ഒരു ടൈലർഡ് മാനർ, ഒരു സ്റ്റോറി മാനർ പറയാനും പറ്റും. സോ അത് ചെയ്യാവും. എത്രത്തോളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുക അറ്റൻഡ് ചെയ്യുക ചെറിയ ചെറിയ കമ്പനികളിൽ. ഈവൻ ഇഫ് ഇറ്റ് വെരി ഒരു സിഒ മാത്രമേ ഉള്ളൂ, സ്റ്റാർട്ടപ്പ് ആണ്, ഗോ ആൻഡ് അറ്റൻഡ് ഇന്റർവ്യൂ. എന്നിട്ട് നിങ്ങളെ മെയിൻ കമ്പനി വരുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി ഫോർ ഷുവർ അറ്റ്ലീസ്റ്റ് കിട്ടിയില്ലെങ്കിലും ദേ വിൽ സേവ് ഗുഡ് ഫീഡ്ബാക്ക്, ഒരു ഇന്ററാക്ഷൻ നടക്കും. ലൈക്ക് അനൂപ് പറഞ്ഞപ്പോ എനിക്കും രണ്ട് കാര്യങ്ങള് ലൈക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്, ഒന്ന് റീഫ്രെയിം ചെയ്യൂ ഇന്റർവ്യൂ എന്നുള്ളത് ഒരു കോൺവെർസേഷൻ ആണ്. ലൈക്ക് നമ്മുടെ ഇന്റർവ്യൂവർ വാണ്ട്സ് ടു ടോക്ക് ടു us ആൻഡ് നോ എന്താ പറ്റിയത് നിങ്ങളുടെ പ്രോജക്റ്റില്, അങ്ങനെ ഒരു കോൺവെർസേഷൻ. കാരണം നമ്മളിപ്പം അൾട്ടിമേറ്റ്ലി കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. സോ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ ഇസ് ക്യാൻ വി ടോക്ക് വിത്ത് ദം. ലൈക്ക് ഒരു നമ്മളെല്ലാരും ഐ ടിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലാത്ത പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ ആ പ്രോബ്ലം നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാനും എന്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻ എന്ന് ഞങ്ങൾ മാനേജ് ചെയ്യുന്ന ആൾക്കാരോടും തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. സോ വാട്ട് വി ലുക്കിംഗ് ഫോർ ഇസ് ഇഫ് ദേ ഹാവ് എ സൊല്യൂഷൻ, അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ ലൈക്ക് ഇങ്ങനെ വലിയൊരു മോണോലോഗായിട്ട് കംപ്ലീറ്റ്ലി എല്ലാം ഫസ്റ്റിലെ ഫിഗേർഡ് ഔട്ട് ആയിരിക്കണം എന്നല്ല. ആദ്യം ചിലപ്പം നമ്മൾ ഒരു പ്രോബ്ലം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ചിലപ്പം 100% പെർഫെക്റ്റ് ആയിട്ടായിരിക്കില്ല. അപ്പൊ ആ പ്രോബ്ലത്തില് അത് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ അവര്, അത് നമ്മൾ നോക്കും. പിന്നെ ഒരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്യാൻ നേരത്ത് അവരെങ്ങനെ ചിന്തിക്കുന്നു. ആൻഡ് ചിന്തിക്കുമ്പോൾ ഇപ്പം ഞങ്ങളും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫിഗർ ഔട്ട് ചെയ്യുവാണെങ്കിൽ ആ ഫസ്റ്റ് ഗോയില് 100% കിട്ടില്ല. നമ്മളിങ്ങനെ ആദ്യം ഫോർമുലേറ്റ് ചെയ്തു, ഒരാളോട് സംസാരിച്ചു, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗം ചെയ്തു. നമ്മൾ ഇറ്ററേറ്റീവ്ലി ആണ് അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. സോ the skills that we are looking for is are you able to ask those follow-up questions? Are you able to communicate what you're thinking about what your solution could be? And even when even if I propose a solution, അതില് എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തതെന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന ഒരു കഴിവും ഭയങ്കര വാല്യുബിൾ ആയിട്ടാണ്. നമ്മള് ഒരു ആളെ റിക്രൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതാണ് നോക്കുന്നത്. അതൊരു പോയിന്റ്. സോ ഇതെല്ലാം നമ്മുടെ ഈ പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് കാമാവണം. സോ ഫസ്റ്റ്ലി ഐ തിങ്ക് ലൈക്ക് ട്രൈ ടു മേ ബി ലൈക്ക് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. ലൈക്ക് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ ചെയ്ത പ്രോജക്ട്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്ക്. ഫ്രണ്ട്സ് അല്ലാതെ ഈവൻ ഫാമിലി, like നമ്മുടെ how good can we explain the things we are working on to even like അച്ഛൻ അമ്മ like വേറെ ജനറേഷനിലുള്ള ആൾക്കാരോട് ഫുൾ ഡീറ്റെയിൽ ഒന്നും വേണ്ട, പക്ഷെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് നമ്മളൊന്ന് കംഫർട്ടബിൾ ആവുന്നു. ബിക്കോസ് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്റർവ്യൂ എന്നുള്ളത് എല്ലാവർക്കും പാടാണ്. സോ ഇപ്പൊ ഞാനും ഇപ്പൊ ഒരു ഇന്റർവ്യൂവിലോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്കും നല്ല ടെൻഷനാണ്. ചിലപ്പോഴൊക്കെ കംപ്ലീറ്റ്ലി ലൈക്ക് ബ്ലാങ്ക് ആയിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ സ്റ്റിൽ ആ ഒരു ടെൻഷനിൽ പറയാൻ പറ്റില്ല. സോ എല്ലാവർക്കും പറ്റുന്നതാണ്. അനുഭവം പറഞ്ഞ ഒരു പോസ് എടുക്കുക. ഇറ്റ്സ് ഓക്കെ ടു സ്ലോ ഡൗൺ, ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് യുവർ ടൈം. യു ഡോണ്ട് ഹാവ് ടു ചാടിക്കറി ഉത്തരം പറയേണ്ട കാര്യമില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുക ഇൻ ബിറ്റ്വീൻ. ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ഇസ് ഹെൽപ്ഫുൾ ഇൻ ഇന്റർവ്യൂസ് ഫോർ അസ്. ആൻഡ് ആസ് എൻ ഇന്റർവ്യൂവർ ലൈക്ക് അനൂപ് റിക്രൂട്ട് ചെയ്യുന്ന ആളാണ്. അനൂപിന്റെ തോട്ട്സ് ഒക്കെ നല്ലതായിരിക്കും. ഓക്കെ, 12 മിനിറ്റ്സും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്ത് വേണേലും ചോദിക്കാം. ഇന്റർവ്യൂ റിലേറ്റഡോ ഇല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ കയറുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ള ഇപ്പൊ എനിക്കുണ്ടായിരുന്നൊരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ലൈക്ക് വളരെ സിമ്പിൾ. എനിക്കിപ്പോ മൈൻഡ് വന്ന ചോദ്യമാണ് ലൈക്ക് സാലറി നെഗോഷിയേറ്റ് ആണോ വേണ്ടത്, ലൈക്ക് ഇഫ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. അതൊക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്നതാണ്. സോ അപ്പൊ അതൊക്കെ എന്താ വെച്ചാല് സപ്പോസ് യു ആർ ഫ്രഷേഴ്സ്. സോ ഫ്രഷേഴ്സിന് സാലറി നെഗോസിയേഷൻ പാർട്ട് വളരെ ആ ഒരു കുറവായിരിക്കും. ഐ മീൻ ദേ ഡോണ്ട് ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ആസ്ക്. ബട്ട് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് സാലറി. സപ്പോസ് നിങ്ങൾക്ക് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് 3 ഓഫർ ലെറ്റേഴ്സ് കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ ആൾറെഡി ഒരു ഓഫർ ലെറ്റർ കയ്യിലുണ്ട്. യു ആർ അറ്റൻഡിങ് എ സെക്കൻഡ് ഇന്റർവ്യൂ. ദെൻ ഒരു ഓഫർ ലെറ്ററിൽ ഇഫ് യു ഒരു ഇത്ര LP മേ ബി XLP ആണെങ്കിൽ യു ക്യാൻ ആസ്ക് ദ നെക്സ്റ്റ് കോമ്പറ്റീറ്റർ ദാറ്റ് എനിക്ക് ഇവിടെ XLP ഉണ്ട്, ദർ ഇസ് ആൻ X പ്ലസ് സംതിങ് തന്നിട്ട് can you give me YLPA? I am good at it. So straight away don't tell a figure, because
ഇന്റർവ്യൂസ് ആൾവേസ് ലൈക്ക് സെല്ലിങ് എ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് നിങ്ങളാണ്. സോ അതുപോലെ ഇരിക്കണം നിങ്ങളുടെ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കാറ്റലോഗ് എന്ന് പറയില്ലേ, കാറ്റലോഗ് ഈസ് യുവർ റെസ്യൂമേ. നിങ്ങൾ എല്ലാരും മറ്റേ ഫ്ലിപ്കാർട്ട് ഒരു ടിപ്പിക്കൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ സാധനം വാങ്ങിച്ചിട്ട് കസേരയും ചെയറും ടേബിളൊക്കെ അസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് അല്ല കാറ്റലോഗ് വാങ്ങിക്കുമ്പോ ചേടാ ഈ സ്ക്രൂ ഇതിൽ പറഞ്ഞിട്ടില്ല, എന്റെ എക്സ്ട്രാ ഒരു സ്ക്രൂ ഉണ്ട്. സോ ഇങ്ങനെ ആവരുത്. ഇറ്റ് ഷുഡ് ബി വെരി പ്രോപ്പർലി ആയിരിക്കണം, വിത്തൗട്ട് എനി വൺസ് ഹെൽപ്പ്. ആ റെസ്യൂമേ വെരി ക്രിസ്പ് ആയിരിക്കണം. ഡോണ്ട് റൈറ്റ് 2, 3, 4, 5 അങ്ങനെ വലിയ പേജസ് ഓഫ് ആവശ്യമില്ല. അത് വെരി ക്രിസ്പ് ആയിരിക്കണം. അതിൽ നിന്ന് തന്നെ റീഡ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്റ്റാർ ഒക്കെ ഇട്ട് ലൈക്ക് ജാവ 4.5 സ്റ്റാർ ഔട്ട് ഓഫ് 5. സോ വാട്ട് ഈസ് 5? ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് 5 എത്തിയത്? വാട്ട് ഈസ് യുവർ ജഡ്ജ്മെന്റ് ഓർ വാട്ട് ഈസ് അസസ്മെന്റ്? അപ്പം അങ്ങനത്തെ ചോദ്യമുണ്ട്. സോ ഡോണ്ട് പുട്ട് അങ്ങനത്തെ ഗ്രാഫിക്സ് സാധനങ്ങൾ ഇടരുത്. സോ യു ക്യാൻ മെൻഷൻ യു ആർ ഗുഡ് അറ്റ് ജാവ ഓർ യു ആർ, സോ അതൊക്കെ ചെയ്യാം. അപ്പൊ വെരി ക്രിസ്പ് ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം. എ ഡേ ഇൻ ഡെലോയിറ്റ്. ഓക്കെ, അതിലോട്ട് വരാം. സോ ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഇന്റർവ്യൂവിലും. പിന്നെ എന്താ പറഞ്ഞു വന്നിട്ടുണ്ട് ടോപ്പിക് പോയി. ബേസിക്കലി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ചോദിച്ചത്. ആൻഡ് എന്റെ ടേക്ക്, ഇഫ് ഐ സീ സ്കിൽസ് ദാറ്റ് ആർ റിയലി ഗുഡ്, ലൈക്ക് ഇപ്പം ഞാനൊരു 20 പേരെ ഒരു റോളിന് ഇന്റർവ്യൂ ചെയ്തു, എന്നിട്ട് യു ഹാവ് ദ സ്കിൽസ് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർ, ദെൻ ഐ വുഡ് ബി വില്ലിംഗ് ടു പേ മോർ ദാൻ ലൈക്ക് ഒരു ഫ്രഷർ ആണെങ്കിലും എനിക്ക് നോക്കുന്ന സ്കിൽ. സോ മേ ബി ആൻഡ് ഓൾസോ ലൈക്ക് എവറി ഇന്റർവ്യൂവർ ഇസ് ലൈക്ക് എവറി റോൾ ഇസ് ഡിഫറെന്റ്. സോ ഇഫ് യു ആർ ഏബിൾ ടു ഗെറ്റ് എനി ഐഡിയ ഓഫ് അവരെന്താണ് ആക്ച്വലി നോക്കുന്നത്, അവർ ഭയങ്കര ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ആണോ നോക്കുന്നത്, ആൻഡ് എനിക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും ആണെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ ലോട്ട് മോർ മണി, ബിക്കോസ് you're filling that gap, and sometimes it's just hard to find the right candidate. So if you have a sense of ഇത് എനിക്ക് പറ്റിയ റോളാണ്, ഞാൻ ഇന്റർവ്യൂവിൽ നല്ലോണം എനിക്ക് ആ ഇന്റർവ്യൂവറിനെ ഇഷ്ടപ്പെട്ടു, because like we were going, then you get a feel for negotiation. Yeah, so based on where you are and what they are looking for, you can negotiate. Okay, last question ആണ്. I'm going to switch to maybe like മൊത്തത്തിൽ what is a career in consulting and Deloitte-ലൊരു ഡേ ടു ഡേ എന്തായിരിക്കും? ആൻഡ് ഐ തിങ്ക് ടൈം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ലൈക്ക് പറയുവാണ്. ഐ തിങ്ക് I've asked Anup this previously, and Anup was like, he has many, like not all the days are the same, but maybe you can give an idea of what are the different types of days that you have. അങ്ങനെയൊക്കെ വെരി ക്രിസ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ, I mean, I work for okay, so basically I'm into consulting. Government clients ആണ് കൂടുതലും ഞാൻ ഹാൻഡിൽ ചെയ്യാറ്. സോ അക്രോസ് ഇന്ത്യ. സോ ഗവൺമെന്റ് ക്ലയൻസിൽ ഡിഫറെന്റ് പ്രൊജക്ട്സ് ഉണ്ട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുക. ഇൻഫ്രാ ഇൻ ദ സെൻസ് ലൈക്ക് സർവൈലൻസ് പ്രൊജക്ട്സ് ഉണ്ടാവും, ഡാറ്റാ സെന്റർ ബിൽഡിംഗ് പ്രൊജക്ട്സ് ഉണ്ടാവും, നെറ്റ്വർക്ക് ബിൽഡിംഗ് പ്രൊജക്ട്സ് ഉണ്ടാവും, മേ ബി ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, കോഡ്സ് ആപ്ലിക്കേഷൻസ്, സാപ്പ് ഇംപ്ലിമെന്റേഷൻ, ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഉണ്ടാവും. സോ ദീസ് ആർ ദി ഇൻഫ്രാ പ്രൊജക്ട്സ് ഐ എം ഹാൻഡ്ലിംഗ്. ഡെവലപ്മെന്റ് അല്ല, സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ആണ്. സോ ഇതിൽ കൂടുതലും എന്റെ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്ലയന്റുമായിട്ട് ഡെയിലി റിക്വയർമെന്റ്സ്. ഇനിഷ്യലി ദർ വിൽ ബി എ റിക്വയർമെന്റ് ഗ്യാതറിംഗ് സ്റ്റേജ് ഉണ്ടാവും. നമ്മളെല്ലാവരും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, SDLC ലൈഫ് സൈക്കിൾ. സോ SDLC ലൈഫ് സൈക്കിൾ ഈസ് എ മിത്ത്, ഐ വുഡ് സേ. SDLC സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, ലൈക്ക് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ. ഞാൻ ഒരു ജോക്സ് അപ്പ. സോ അതിനൊരു സ്ട്രക്ചറിൽ നമ്മൾ റിക്വയർമെന്റ് എടുക്കും. ബട്ട് ദെൻ പ്രൊജക്ട് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് റിക്വയർമെന്റ്സ് വേറെ. സോ ഡേ ടു ഡേ ഐ ഹാവ് ടു ലൈക്ക് ഇൻവോൾവ് വിത്ത് ക്ലയൻസ് ഇൻ ദ സെൻസ് മോർണിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന ക്ലയന്റ് ചിലപ്പോൾ രാവിലത്തെ 1 hour ഇൻവോൾവ് ചെയ്യുന്ന ഡാറ്റാ സെന്റർ ബിൽഡ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലയന്റ് ആയിരിക്കും. ഐ മീൻ ദേ റിക്വയർമെന്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിച്ച് ചെയ്യുന്നത് ഏതെങ്കിലും AI പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവൈലൻസ് റിലേറ്റഡ് പ്രൊജക്ട്സിലായിരിക്കും. സോ ക്ലയന്റ് ഇൻട്രാക്ഷൻ, ക്ലയന്റിന്റെ നീഡ് മാറുന്നതനുസരിച്ച് ഐ ഹാവ് ടു ഡിസ്കസ് ദ solution, I have to change the solution part. Then adine kore internal approvals undam. If that is done, then I have to speak with the OEMs, avarku available aano. Then OEMs theruna products and price. OEMs basically are similar to original equipment manufacturer is the exact like acronym parayunnu. But adu ningalku relate cheyananengil ipo നിങ്ങളുടെ കോളേജിൽ ഒരു കമ്പ്യൂട്ടർ ലാബ് ബിൽഡ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ലാബ് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ വരുന്ന ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക് തരുന്നവരൊക്കെയാണ് OEMs. കമ്പ്യൂട്ടർ തരുന്ന ഡെൽ ആണെങ്കിൽ ഡെല്ലീസ് ആണ് OEM.
നെറ്റ്വർക്ക് തരുന്നത് ഇന്ന കമ്പനി ആണെങ്കിൽ, അതിന്റെ കേബിൾ തരുന്നതാണെങ്കിൽ കേബിൾ തരുന്ന കമ്പനി ഒരു OEM ആണ്. നെറ്റ്വർക്ക് റാക്കില് ഡെല്ലിന്റെ ഇത് വരും, റാക്സ് വരും. സോ അതൊക്കെ ഒരു OEM ആണ്. ഈവൻ സെർവേഴ്സ് വെക്കുന്ന റാക്ക് പോലും ഒരു OEM സപ്ലൈ. സോ ദീസ് ആർ ദ OEM. സോ ക്ലയന്റിന്റെ റിക്വയർമെന്റ് മാറുന്നതനുസരിച്ചിട്ട് വി വിൽ സ്പീക്ക് വിത്ത് ദ OEMs. അവരെ ബെറ്റർ പ്രൈസിംഗിൽ എങ്ങനെ കിട്ടും നോക്കും. സോ വി വിൽ അഡ്ജസ്റ്റ് ദ മാർജിൻ ലൈക്ക് സോ then decide the price. So this the end-to-end client interaction, completely vendor discussions, project finalization, then changes within change request check ചെയ്യും. അത് പുതിയ ഫ്രെയിമിലേക്ക് പോകും. ഇതായിരിക്കും ഒരു ഡേ ആയിട്ട് ഡെലിവർ. ദെൻ വി വിൽ കൊളീഗ്സ് ഉണ്ട്, അവരുമായിട്ട് അവിടെ ചായ പിടിക്കാനൊക്കെ പോകും. ആസ് യൂഷ്വൽ എല്ലാവരും നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കാണുന്നല്ലോ, ഡേ ആയിട്ട് ഡെലിവർ രാവിലെ നടക്കുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു. എല്ലാ ദിവസവും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ നല്ല ഫ്രീ കിട്ടും, ചില ദിവസങ്ങളിൽ നമ്മൾക്ക് ഇതുപോലെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾസ് ഉണ്ടാവും. സോ നിങ്ങൾ റീലിൽ കാണുന്ന പോലെ എല്ലാം സത്യമൊന്നുമല്ല, റീലാണ്. സോ ഇറ്റ്സ് യു വിൽ എൻജോയ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ദെൻ യു ലൈക്ക് ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എ ഹെക്ടിക് എന്നുള്ള വേർഡ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഹൗ യു മാനേജിങ് ദ എവറിത്തിങ്. ലൈക്ക് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യം എങ്ങനെ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും. സോ ദാറ്റ്സ് ഹൗ. സോ ഒരു ഡേ അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ടൈം കുറവാണ്, അല്ലെങ്കിൽ ഞാൻ പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ ചോദിച്ചേനെ, കാരണം ഞാനും ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് പോയിന്റ് ടു സ്റ്റോപ്പ്. ഈ ഗൂഗിൾ മീറ്റ് ഇപ്പൊ നമ്മളെ പുറത്താക്കും, ഫ്രീ വേർഷൻ ആണ്. ഓക്കെ, ബട്ട് താങ്ക് യു സോ മച്ച് അനു ഫോർ ജോയിനിങ്, ആൻഡ് താങ്ക് യു ഫോർ being a good sport, everybody, for introducing yourself on the spot. കുറച്ച് പേരെ വിളിച്ചു, എല്ലാരും സംസാരിച്ചു. Hope you enjoyed it. Thank you, Anu. Yes. Exactly. Thanks a lot. Excited about like yeah, I think even like Anubaയിട്ട് ഒരു സെക്കൻഡ് സെഷൻ ഉള്ള കണ്ടന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതെ, ഒരു ഫിക്സ്, ഐ മീൻ വെരി സ്ട്രക്ചർഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ. ഫ്രെയിം ദ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി ആൻഡ് ആസ്ക് സെക്കൻഡ് സെഷൻ. അപ്പൊ എല്ലാരും ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം. സാറ് ഒരു ഫോം ഷെയർ ചെയ്യും. അപ്പൊ എല്ലാരും ഒന്ന് അതിൽ ഫീഡ്ബാക്ക് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസോ എന്തൊക്കെ ഏരിയസ് ആണ് സംസാരിക്കാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരെ വേണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ